നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ശീഘ്രസ്ഖലനം, നാഡിതളർച്ച, അതുപോലെ ലൈംഗിക താല്പര്യക്കുറവ് തുടങ്ങിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് ടിപ്സുകളാണ്. അതും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഔഷധങ്ങൾ. ഇന്ന് കൂടുതലും ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ശീഘ്രസ്ഖലനം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളിലൊക്കെ ആണെങ്കിൽ ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ശീഘ്രസ്ഖലനം പോലുള്ള ബുദ്ധിമുട്ട്. നമുക്ക് ഈ പ്രധാനപ്പെട്ട രണ്ട് ഔഷധങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഇരട്ടി മധുരമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇരട്ടി മധുരം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് പൊടിക്കാം, ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ പൗഡറായിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിച്ച് എടുക്കുക. അതിൽ നിന്ന് ഒരു ടീസ്പൂൺ തേനിൽ മിക്സ് ചെയ്ത് രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം ശീഘ്രസ്ഖലനം അതുപോലെ നാഡീതളർച്ച പോലുള്ള പ്രയാസങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. ഇതിന് പുറമെ ഇരട്ടി മധുരത്തിന് നിരവധി ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഏറെ ഗുണകരമാണ് ഈ ഔഷധം. പ്രത്യേകിച്ച് ഈ ഗ്യാസിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ തൊണ്ടയിൽ വന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കിട്ടുന്നത്. ഇതിവിടെ പറയാനുള്ള കാരണം ഈ ശീഘ്രസ്ഖലനം പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാത്രമല്ല നിരവധി ഗുണങ്ങളുള്ള ഒരു മെഡിസിനാണ് ഈ ഇരട്ടി മധുരം എന്നുള്ളത് കൊണ്ടാണ്. ഇനി അടുത്തത് നമ്മുടെ മുരിങ്ങയുടെ കുരുവാണ്. മുരിങ്ങയുടെ കുരു നന്നായിട്ട് പൊടിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറിച്ച് തുടങ്ങാവുന്നതാണ്, അതല്ലെങ്കിൽ ഇതിൻ്റെ മുരിങ്ങ കുരുവായിട്ട് തന്നെ ആയുർവേദ മരുന്നുകൾ വിൽക്കുന്ന കടയിൽ ഇന്ന് അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ പാലിൽ ചൂടാക്കി രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. കൃത്യമായി ഒരു 41 ദിവസം നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്തരം ശീഘ്രസ്ഖലനം, നാഡീതളർച്ച, അതുപോലെ ലൈംഗിക താല്പര്യക്കുറവ് തുടങ്ങിയ പ്രയാസങ്ങൾക്ക് വളരെ പെട്ടെന്നുള്ളൊരു ആശ്വാസം കിട്ടുന്നതാണ്. എല്ലാ ആയുർവേദ മെഡിസിൻസും കൃത്യമായൊരു വൈദ്യനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.